നമസ്കാരം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇനിയും തീരുമാനമായില്ല. ക്ലൈമാക്സിൽ സസ്പെൻസ് പൊളിയുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇലക്ഷൻ ഗേറ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് തലക്കെട്ടുകളിലേക്ക്. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി BDJS സ്ഥാനാർത്ഥി. വയനാട്ടിൽ പൈലി വാദ്യാട്ട്. രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റമുണ്ടാകാമെന്നും തുഷാർ. PC ജോർജ് NDAയിലേക്കെന്ന സൂചന. BJP കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. രാഹുൽ ഗാന്ധിയുടെ വയനാട് മത്സരകാര്യത്തിൽ തീരുമാനം വൈകുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. മത്സര സാധ്യത തള്ളാതെ പ്രിയങ്ക ഗാന്ധി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ മുതൽ. ഏപ്രിൽ 4 വരെ പത്രികകൾ സമർപ്പിക്കാം. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 23-ന്. ഗോവയിൽ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയിലെ 2 MLAമാർ BJPയിൽ ചേർന്നു. പാർട്ടി വിടാത്ത സുധീർ ധവാലിക്കറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി BJP നേതൃത്വം. ബോളിവുഡ് നടി ഊർമിള മണ്ഡോത്കർ കോൺഗ്രസിൽ. മുംബൈ നോർത്തിൽ നിന്ന് ജനവിധി തേടും. അനിശ്ചിതത്വത്തിലും അവ്യക്തതയിലും തുടരുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം സംബന്ധിച്ച കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ 2ാം സീറ്റിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. കേരളത്തിൽ വയനാടും കർണാടകയിൽ നിന്നുള്ള മണ്ഡലവും മത്സരിക്കാനായി ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ഇനി കേരളത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും വയനാട്ടിലെ ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന സന്ദേശം അവർക്കൊരിക്കലും അസംതൃപ്തരാകേണ്ടി വരില്ല, അവർക്കൊരിക്കലും നിരാശരാകേണ്ടി വരില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തും എന്ന് തന്നെയാണ്. ഈ വാർത്തയ്ക്ക് എത്രമാത്രം അടിസ്ഥാനമുണ്ട്? രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും മാനദണ്ഡമാക്കുക? വിവരങ്ങൾ നൽകാൻ സവാദ് മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ഇലക്ഷൻ ഗേറ്റിൽ ചേരുന്നുണ്ട്. സവാദ്, രാവിലെ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. യഥാർത്ഥത്തിൽ 2-3 ദിവസമായി തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉടലെടുത്തിരിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച്. ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വടകരയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എവിടെയാണ് തടസ്സം? ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണല്ലോ. എന്തെല്ലാം വിവരങ്ങൾ ഈ രാത്രിയിൽ നൽകാൻ കഴിയും ഡൽഹിയിൽ നിന്ന്? ഗോപി, തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 5 ദിവസം പിന്നിടുന്നു. 6ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾക്കിടയിൽ. പക്ഷേ എന്നിട്ടും ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നതായി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ്. അതിന് പുറമെ ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രാഹുൽ വയനാട്ടിൽ ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിശാല പ്രതിപക്ഷ ഐക്യം സ്വപ്നം കാണുന്ന പ്രതിപക്ഷ പാർട്ടികൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു നടപടിയായി പോകില്ലേ ഇത് എന്നൊരു ആശങ്കയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ചില പ്രതികൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് NCP, അതുപോലെ തന്നെ ലോക് താന്ത്രിക് ജനതാദൾ തുടങ്ങിയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഒരു ആശയക്കുഴപ്പത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം അത് വൈകുന്നു എന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ 5 ദിവസത്തെ തുടർച്ചയായ ആലോചനകൾക്ക് ശേഷവും ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം തടസ്സപ്പെടുന്നതിന്
അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും രാഹുലിനെ ഇടവും വലവുമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. AK ആന്റണിയുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇവരെല്ലാം തന്നെ രാഹുലുമായി മനസ്സ് പങ്കിടുന്നവരാണ്. അവരുടെ ഉപദേശവും നിർദ്ദേശവും നിർബന്ധവും സ്വാഭാവികമായും കേരളത്തിൽ വരണമെന്നായിരിക്കുമല്ലോ. എന്നിട്ടും അതിൽ രാഹുൽ ഗാന്ധി കൺവിൻസ്ഡ് ആകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട നേതാക്കളും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടുണ്ടെങ്കിലും സമാനമായിട്ടുള്ള സമ്മർദ്ദം കർണാടകയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള, ഒപ്പം തന്നെ കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷം ലോക്സഭയിൽ നയിക്കുന്ന ഒരു നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള കർണാടകയിൽ നിന്നുള്ള നേതാക്കൾ കർണാടകയിലെ 2 മണ്ഡലങ്ങളിൽ നിന്ന് കർണാടകയിൽ ഇപ്പോൾ 2 മണ്ഡലങ്ങളാണ് പരിഗണനയിലുള്ളത്. ആ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം. ചിക്കോടി അല്ലെങ്കിൽ റായ്ചൂർ, ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണമെന്ന വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് സമാനമായിട്ടൊരു സമ്മർദ്ദം കർണാടകയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അതിന് പുറമെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിനകത്തുള്ള ചില മുതിർന്ന നേതാക്കളും വയനാട് മത്സരിക്കുന്നതിനെതിരെ പങ്കുവച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങൾ. ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ പരിഗണിച്ച ശേഷമാണ് രാഹുൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് സമ്മർദ്ദങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ പരിശോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് ഇതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ആ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് പോലും ചില ഉന്നത കോൺഗ്രസ് വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പോലും പറയുന്നത്. ഒരു പക്ഷേ രാഹുലിന്റെ മനസ്സിൽ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചിത്രം ഈ മുതിർന്ന നേതാക്കൾക്ക് പോലും ഈ ഘട്ടത്തിലും ഉണ്ടോ എന്നൊരു സംശയം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് പ്രധാന പ്രതിപക്ഷം അല്ലെങ്കിൽ ഇടതുമുന്നണി അവരുടെ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. രാജ്യത്തെമ്പാടും പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികളും നേതാക്കളുമെല്ലാം. ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ നേരിട്ട് ഏറ്റുമുട്ടുന്ന കോൺഗ്രസിന്റെ താരപ്രചാരകനായ അല്ലെങ്കിൽ മുഖ്യ സേനാധിപതിയായ രാഹുൽ ഗാന്ധിയുടെ സീറ്റിനെ സംബന്ധിച്ച് ഈ തരത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സ് രൂപപ്പെടുന്നതിന് പാകപ്പെടുന്നതിനെടുക്കുന്ന ഈ സമയവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളും ചർച്ചകളുമൊക്കെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തിനെതിരെ പുതിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്താനല്ലേ BJP ശ്രമിക്കുക? ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെ രൂപപ്പെടും, ഈ തരത്തിൽ ചർച്ചകൾ രൂപപ്പെടുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ? പ്രത്യേകിച്ച് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ 6 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷവും തീരുമാനമെടുക്കാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് സ്വാഭാവികമായും BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ പ്രചാരണ ആയുധമാക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും ഗോപി, അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കിടയിൽ ഇപ്പോഴുള്ള നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരത്തെ ഉണ്ടായിരുന്ന ആവേശം അതൊരു നിരാശയിലേക്ക്, ഫ്രസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം കേന്ദ്ര നേതാക്കൾക്ക് ആർക്കും തന്നെ നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല സംസ്ഥാന നേതാക്കൾക്ക് പോലും ഇക്കാര്യത്തിലൊരു കൃത്യമായ ഉത്തരവില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സംസ്ഥാനത്തെ നേതാക്കൾ തുടർച്ചയായി നാളെ പ്രഖ്യാപനം എന്ന് അവർ ആവർത്തിക്കുന്നുണ്ട്. നമ്മളൊരു സ്വകാര്യ സംഭാഷണത്തിലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി രാവിലെ മുതൽ ഡൽഹിയിലുണ്ട്. പക്ഷേ ആ ചർച്ചകളിലും ഇക്കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ചില ആശയക്കുഴപ്പങ്ങൾ, അനിശ്ചിതത്വം, ഈ ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള ചില പ്രയാസങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദം രാഹുലിന് മുന്നിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ ഇത്തരത്തിൽ മത്സരിക്കുന്നത് ശരിയാണോ, അത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുക എന്നതടക്കമുള്ള പല ചോദ്യങ്ങളും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനവും ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും ഏറ്റവും ചുരുങ്ങിയത് ശക്തമായ ചില സൂചനകളെങ്കിലും ഇന്നുണ്ടാകുമെന്നാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ്. രാവിലെ മുതൽ സവാദ് അവിടെ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ രാത്രി 8 മണിയാകാറായി. ഇപ്പോഴും യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് എന്തെങ്കിലും ഒന്ന് അറിയാൻ കഴിയുമോ?
ഇന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. കാരണം ആ തരത്തിൽ ഇന്ന് നടന്നിട്ടുള്ള ചർച്ചകളിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല, ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അവ്യക്തതകളും ആശയക്കുഴപ്പവും തുടരുകയാണ്. രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. കേരളത്തെ പോലെ തന്നെ കർണാടകവും രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി കിട്ടാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള എല്ലാവിധ രാഷ്ട്രീയ വിഷയങ്ങളും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കുക. ഇതിൽ അവസാന വാക്ക് വരേണ്ടത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് തന്നെയാണ്. ആ എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കി രാഹുൽ ഏത് നിലയ്ക്ക് മാനസികമായി ഇതിനെ സ്വീകരിക്കുന്നു എന്നതിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സവാദ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം, അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നൽകിയതിലും കൂടുതലായ മറ്റു സൂചനകളൊന്നും ഈ സന്ദർഭത്തിൽ പുറത്തുവരാൻ, ഈ നിമിഷത്തിൽ പുറത്തുവരാനില്ല എന്ന വിവരമാണ് സവാദ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയ്ക്ക് ഇനി വകയില്ല എന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ ഗേറ്റ്. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ BDJSന്റെ സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദ്യാട്ട് മത്സരിക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ എത്തുകയാണെങ്കിൽ ഈ കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. SNDP ഭാരവാഹിത്വം ഉടൻ ഒഴിയില്ല എന്ന സൂചനയും തുഷാർ വെള്ളാപ്പള്ളി നൽകി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൃശ്ശൂർ നിയമസഭ പാർലമെന്റ് സീറ്റിലേക്ക് ഞാനാണ് സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കൗൺസിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ മറ്റന്നാൾ മുതൽ വളരെ സജീവമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ വയനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ പൈലി വാത്യാട്ടാണ്. ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ 5 പാർലമെൻറ്റ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എസ് ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീകാന്ത്, 5 മണ്ഡലങ്ങളിൽ BDJS മത്സരിക്കും. അവരുടെ സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. വയനാടിന്റെ കാര്യത്തിൽ രാഹുലാണ് മത്സരത്തിനെത്തുന്നതെങ്കിൽ കാര്യങ്ങൾ പുനരാലോചിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ BDJS സീറ്റ് BJPക്ക് ഒഴിഞ്ഞു കൊടുക്കാനുള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നാണോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്? തൃശ്ശൂരിലെ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം വിലപ്പെട്ടതാണ് BDJSനെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച്? ഗോപി, വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കും വിലപേശലുകൾക്കും ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനം പ്രഖ്യാപിച്ചത്. തൃശ്ശൂരിൽ അദ്ദേഹം മത്സരരംഗത്ത് മറ്റന്നാൾ മുതൽ സജീവമാകുമെന്ന് പറയുകയുണ്ടായി. തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ BDJSന്റെയും BJPയുടെയും നേതാക്കൾ ചുവരെഴുത്തും പോസ്റ്റർ പ്രചാരണവുമായി സജീവമായി ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. ഇന്ന് ചേർത്തലയിലാണ് അദ്ദേഹം മത്സരിക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പക്ഷേ ആ സമയത്തും SNDPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും വെള്ളാപ്പള്ളി നടേശനോട് അക്കാര്യം ചോദിക്കൂ എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. താൻ ഒരിക്കലും SNDPയുടെ സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പകരം അക്കാര്യം സൂചിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി, തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ SNDPയുമായി ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം പറഞ്ഞ കാര്യം, തുഷാർ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു SNDP യോഗത്തിൽ നിന്നും. അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിലാണ് തുഷാർ അങ്ങനെയൊരു നീക്കം നടത്തിയത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹം SNDPയുടെ നേതൃസ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്ന് അധികം പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. തൃശ്ശൂരിലേക്ക് അദ്ദേഹം മത്സരിക്കാനായി എത്തുന്നു. അങ്കത്തട്ട് ഉണരുന്നു. NDA തൃശ്ശൂരിൽ സജീവമാകാനും പോകുന്നു. ഇനി രണ്ടാമത് ചോദിച്ച കാര്യം വയനാട്ടിലേതാണ്. വയനാട്ടിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഒരുപക്ഷേ BDJS പിൻവലിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ അവിടെ വന്നേക്കും. ഇതിനെല്ലാം രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം വരൂ. അതുവരെയും BDJSന്റെ സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഗോപി.
ശരി ശ്രീകാന്ത്, BDJസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം തന്നെ SNDP യോഗം ഭാരവാഹിത്വം താൻ രാജിവെക്കില്ല എന്നാണ് തുഷാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം വയനാട്ടിൽ BDJസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധി മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അത് BJPക്ക് ആ സീറ്റ് നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. BDJs മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ RSS വോട്ട് മറിക്കാൻ സാധ്യതയെന്ന് CPM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പല മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ ചിത്രത്തിലില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയാൽ വയനാട്ടിലെ പ്രചാരണം ശക്തമാക്കാൻ CPIM തീരുമാനിച്ചു. വടകര ഉൾപ്പെടെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കടുത്ത മത്സരമുണ്ടാകുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രംഗത്ത് വന്നു. ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും ചെയ്തു. പ്രസ്താവന തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മമതാ ബാനർജിയും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ബഹിരാകാശ നേട്ടം രാഷ്ട്രീയവൽക്കരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യം തുടർന്നുള്ള വിവാദമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഉപഗ്രഹത്തെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉപഗ്രഹ വേദ മിസൈലുകൾ, അതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചുവെന്നാണ്. ഇതിലുള്ള പ്രതികരണവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ് ഇലക്ഷൻ ഗേറ്റ് ഇനി കടക്കുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടുപിന്നാലെ പ്രതികരിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. എന്നാൽ പ്രധാനമന്ത്രിക്ക് നാടകദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള ട്വിറ്റർ സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. മിഷൻ ശക്തി UPAയുടെ പദ്ധതിയായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ പ്രതികരിച്ചു. പ്രഖ്യാപനം നടത്താൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത സമയത്തെ വിമർശിച്ച് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയും രംഗത്ത് വന്നു. हमने अपने एक्सपर्ट्स को कहा इसका अध्ययन करें, क्योंकि ये प्रधानमंत्री स्वयं की पब्लिसिटी कर रहे हैं और DRDO को उन्होंने जबरन उनका श्रेय जिनको मिलना चाहिए हमारे वैज्ञानिकों को, उनका मुंह बंद किया हुआ है. इस पर जो राय आएगी उसके मुताबिक हम कार्यवाही करेंगे. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളിയ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജ്യം പ്രധാന നേട്ടം കൈവരിച്ചെന്ന് അവകാശപ്പെട്ടു. നേട്ടം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. India's nuclear program is a continuing program. It's not a new program. And therefore it's a continuing program, and it can't be put to a halt because it doesn't suit the West Bengal Chief Minister or any other political leader. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DRDO ശാസ്ത്രജ്ഞരെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്ത് അഭിനന്ദനം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മമതാ ബാനർജിയും ഇടതു പാർട്ടികളും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി. അതേസമയം UPA ഭരണകാലത്ത് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് DRDO മുൻ മേധാവി ഡോക്ടർ VK സരസ്വത് വെളിപ്പെടുത്തി. अगर हमें डिसीजन मिलता उस समय या हमें उस समय रिसोर्सेज मिलते तो हो सकता है कि ये कार्यक्रम जो आज 2019 में हुआ है वो 2014 या 15 में हो जाता था. രാജ്യം സുപ്രധാന നേട്ടം കൈവരിച്ചെന്നായിരുന്നു മുൻ ISRO മേധാവി G മാധവൻ നായരും ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനും പറഞ്ഞത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി വളരെ ബോൾഡായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് സക്സസ്ഫുൾ ആക്കാനും ചെയ്യാൻ കഴിഞ്ഞത്. It is a technological achievement. It is certainly an achievement for India and you can be proud of it, you can be happy about it. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടത്തോട് കരുതലോടെ പ്രതികരിച്ച ചൈനയും പാകിസ്ഥാനും മേഖലയിലെ സമാധാനത്തിന് ഭംഗം വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. സിനിമാ താരങ്ങളും കായിക താരങ്ങളും രാഷ്ട്രീയത്തിലിറങ്ങുന്നത് പുതിയ കാര്യമല്ല. ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതായി രാഷ്ട്രീയത്തിലെത്തിയത് ബോളിവുഡ് നടി ഊർമിള മണ്ടോദ്കറാണ്. നേരത്തെ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ BJPയിലും ചലച്ചിത്ര താരം ശത്രുഘ്ൻ സിൻഹ BJP വിട്ട് കോൺഗ്രസിലും ചേർന്നിരുന്നു. താരങ്ങളുടെ പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് മുംബൈ നോർത്ത് മണ്ഡലത്തിൽ BJPയുടെ ഗോപാൽ ഷെട്ടിയെ നേരിടാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥിയെ തേടിയുള്ള കോൺഗ്രസിന്റെ അന്വേഷണമാണ് ബോളിവുഡ് താരം ഊർമിള മണ്ടോദ്കറിലെത്തിയത്. ഊർമിള സ്ഥാനാർത്ഥിയാകുന്നതോടെ ശക്തമായ മത്സരത്തിന് ഇവിടം വേദിയാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. 2004 നടൻ ഗോവിന്ദയെ രംഗത്തിറക്കി BJPയുടെ പ്രമുഖ നേതാവ് രാം നായിക്കിൽ നിന്ന് ഈ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്.
നേരത്തെ ചലച്ചിത്ര താരവും സമാജ്വാദി പാർട്ടി മുൻ എംപിയുമായ ജയപ്രദ BJPയിൽ ചേർന്നിരുന്നു. രാംപൂരിൽ നിന്ന് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി ജയപ്രദ മത്സരിക്കും. ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറിനെയും BJP സ്വന്തം ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഗംഭീർ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. BJPയിൽ നിറസാന്നിധ്യമായിരുന്ന ശത്രുഘ്ൻ സിൻഹ സീറ്റ് നിഷേധിച്ചതോടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട പട്ന സാഹിബ് സീറ്റിൽ BJPയുടെ രവിശങ്കർ പ്രസാദിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശത്രുഘ്ൻ സിൻഹ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഒരുപിടി ചലച്ചിത്ര താരങ്ങളെ രംഗത്തിറക്കിയിട്ടുണ്ട്. നുസ്രത് ജഹാൻ, മിമി ചക്രബർത്തി, ശതാബ്ദി റോയ്, ദീപക് അധികാർ എന്നിവരാണ് തൃണമൂലിന്റെ പട്ടികയിലുള്ള താരങ്ങൾ. ഇലക്ഷൻ ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സംസ്ഥാനത്ത് നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. ഏപ്രിൽ 4 വരെ പത്രികകൾ സ്വീകരിക്കും. അടുത്ത മാസം 23-നാണ് വോട്ടെടുപ്പ്. കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 23-നാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം അടുത്ത ഘട്ടത്തിലേക്ക്. നാമനിർദ്ദേശ പത്രികകൾ നാളെ മുതൽ നൽകി തുടങ്ങാം. പൊതു അവധി ദിവസങ്ങളിലൊഴികെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 4 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വരണാധികാരിയായ ജില്ലാ കളക്ടർമാർക്കാണ് പത്രിക നൽകേണ്ടത്. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർ മാത്രമേ പത്രികാ സമർപ്പണത്തിന് എത്താവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വരണാധികാരിയുടെ ഓഫീസായ സിവിൽ സ്റ്റേഷന്റെ 100 മീറ്ററിനുള്ളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം 3 വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ. ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കും. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ ഫോം 26 കൂടി സമർപ്പിക്കണം. സ്ഥാനാർത്ഥിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അടക്കമുള്ള സ്വത്ത്, വായ്പാ വിവരങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതിൽ രേഖപ്പെടുത്തണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നയാളുടെ പേരിൽ ക്രിമിനൽ കേസുണ്ടെങ്കിൽ അവ സംബന്ധിച്ച FIR അടക്കമുള്ള പൂർണ്ണ വിവരങ്ങളും ഫോം 26-ൽ പരാമർശിക്കണം. ജനറൽ വിഭാഗത്തിന് 25,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 12,500 രൂപയുമാണ് സ്ഥാനാർത്ഥിയാകാൻ കെട്ടിവെക്കേണ്ട തുക. ഏപ്രിൽ 5-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 8 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. മെയ് 23-ന് വോട്ടെണ്ണും. 24 തിരുവനന്തപുരം. PC ജോർജിന്റെ കേരള ജനപക്ഷം NDAയിലേക്കെന്ന് സൂചന. മുന്നണി പ്രവേശനം സംബന്ധിച്ച കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് PC ജോർജ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയെന്നും 5 ദിവസത്തിനുള്ളിൽ NDA പ്രവേശനം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും PC ജോർജ് വ്യക്തമാക്കി. കേരള ജനപക്ഷം രൂപീകരിച്ച ശേഷം 2ാം തവണയാണ് PC ജോർജ് NDA മുന്നണി പ്രവേശനത്തിനായുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. കോൺഗ്രസും UDFും അവഗണിച്ചതോടെ നിലനിൽക്കാൻ ഒരേയൊരു മാർഗം ഇതാണെന്ന തിരിച്ചറിവിലാണ് പുതിയ നീക്കം. BJP നേതൃത്വവുമായി ചർച്ചകൾ ആരംഭിച്ചെന്നും മുന്നണി പ്രവേശനം സംബന്ധിച്ച തീരുമാനം 5 ദിവസത്തിനകം ഉണ്ടാകുമെന്നും PC ജോർജ് പ്രതികരിച്ചു. പാർട്ടി തീരുമാനപ്രകാരമാണ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനമെടുത്തതെന്നും PC വ്യക്തമാക്കി. ആചാര സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞാണ് PC ജോർജും കേരള ജനപക്ഷവും NDAയ്ക്കൊപ്പം കൂടാനൊരുങ്ങുന്നത്. കോൺഗ്രസ് മര്യാദകേട് കാണിച്ചെന്ന് പറഞ്ഞാണ് നേരത്തെ കേരള ജനപക്ഷം 20 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് അറിയിച്ചത്. PC ജോർജ് പത്തനംതിട്ടയിൽ കളത്തിലിറങ്ങുമെന്നും പ്രഖ്യാപിച്ചു. പിന്നാലെ വാർത്താക്കുറിപ്പിലൂടെ ഒരിടത്തും മത്സരിക്കില്ല എന്ന നിലപാടറിയിച്ച PC ജോർജ് കോൺഗ്രസിനെതിരെ വീണ്ടും രംഗത്തു വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറഞ്ഞതോടെയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതെന്നും പിന്നെയും കോൺഗ്രസ് വഞ്ചിച്ചെന്നുമായിരുന്നു ആരോപണം. വീണ്ടും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം ആരംഭിച്ചത്. 24 കോട്ടയം. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടാം എന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി. 2ാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലുടനീളം പൊതുപര്യടനം നടത്തുകയാണ് ശ്രീമതി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി തിരഞ്ഞെടുപ്പ് തിരക്കിലാണ്. ടീച്ചർ, പ്രചാരണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? എങ്ങനെ മുന്നോട്ട് പോകുന്നു? പ്രചരണം ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ. ഇതിപ്പോൾ 2ാം ഘട്ടം പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനമാണ്. ഇപ്പോൾ ഇന്ന് 5ാമത്തെ അഴീക്കോട്, തളിപ്പറമ്പ്, ഇരിക്കൂർ, പേരാവൂര് കഴിഞ്ഞു. ഇന്നിപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണുള്ളത്. രാവിലെ കൃത്യം 8 മണിക്ക് മുണ്ടല്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും രാത്രിയായാലും. ഇന്നലെ രാത്രി 9:45 അവസാനിച്ചത്. ഏത് സമയത്തായാലും നല്ല രീതിയിൽ ജനങ്ങൾ LDFനെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ ഞാൻ എല്ലാ സ്ഥലത്തും കാണുന്നത്. നമുക്ക് കേരളത്തിലെ സർക്കാരിൻ്റെ ഗുണഫലം അനുഭവിച്ചവരും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാനൊരു MP എന്നുള്ള നിലയിൽ
അവർക്ക് നൽകിയ വാഗ്ദാനം അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഈ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്തും ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ രണ്ട് രീതിയിലും LDF സർക്കാർ അതിൻ്റെ നേതൃത്വത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, രണ്ട് ഈ മണ്ഡലത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള പദ്ധതികൾ രണ്ടും ജനങ്ങൾക്കറിയാം. ഞാൻ ജനങ്ങളോടൊപ്പമായിരുന്നു 5 കൊല്ലവും. അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം ഏറെ വർദ്ധിച്ചിരുന്നു LDF. അപ്പോൾ ആ ഒരു മനോഭാവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കർമ്മസമിതി പ്രചാരണ രംഗത്തേക്ക്. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി സ്വന്തം നിലയിൽ പ്രചാരണം നടത്താനാണ് തീരുമാനം. BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രചാരണം നടത്തുക. ആർക്കുവേണ്ടിയും വോട്ട് സമാഹരിക്കുകയല്ല, മറിച്ച് ശബരിമല വിരുദ്ധരെ തുറന്നുകാട്ടുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയാണ് കർമ്മസമിതി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇതിനായി തെരഞ്ഞെടുത്ത മണ്ഡലങ്ങൾ BJP ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കാനാണ് ശബരിമല കർമ്മസമിതിയുടെ തീരുമാനം. സ്വന്തം നിലയിൽ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ ശബരിമല വിധിയും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും ഉൾപ്പെടുന്ന ലഘുലേഖയടക്കം വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ശബരിമല മുഖ്യ വിഷയമാക്കാൻ നേരത്തെ സംഘപരിവാർ സംയുക്ത യോഗം കൊച്ചിയിൽ ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാത്തതിനാൽ ശബരിമല വിഷയം ഉയർത്തുന്നതിൽ തങ്ങൾക്ക് തടസ്സങ്ങളില്ലെന്ന് കർമ്മസമിതി ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പ് ചെയ്തു പോന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെയ്യുന്നതെന്നാണ് അവകാശവാദം. ശബരിമല വിഷയത്തിൽ തങ്ങളെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുമെന്ന് കർമ്മസമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഇന്നും നാളെയും ചേരുന്ന യോഗങ്ങളിൽ പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകും. 24 കൊച്ചി. NDAയെ പിന്തുണച്ചതിൽ തെറ്റുപറ്റിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ തവണ NDAയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് തെറ്റായിപ്പോയി. സമുദായ നേതാവെന്ന നിലയിൽ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. ഇത്തവണ ആ തെറ്റ് ആവർത്തിക്കില്ലെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ SNDP യോഗം നിലപാട് പിന്നീട് വ്യക്തമാക്കും. വ്യക്തിപരമായി ശരിദൂരം എന്ന നിലപാടാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും ഡൽഹിയിൽ ചെന്നാൽ ഒന്നാകുന്ന ഇടതുപക്ഷത്തിനും UDFനും വേണ്ടി നിലപാടെടുക്കുന്നത് എന്തിനെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. SNDP യോഗം ഒരു സമുദായ സംഘടന എന്ന നിലയിൽ അതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ആ സമുദായ പ്രവർത്തനവുമായി മാറി അവരുടെ അവിടേതായ ഐഡൻറ്റിറ്റിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഉണ്ടാകുകയും പലരും എന്നെ അത് ഉപദേശിക്കുകയും ചെയ്ത് അതാണ് നല്ലത് എന്നുള്ള ഒരു ഏകകണ്ഠന തീരുമാനം ഞങ്ങളുടെ കൗൺസിലിലും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ആ നിലയിൽ ഉറച്ചിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള വാർത്തകളുമായി ഇലക്ഷൻ ഗേറ്റ് ഇനി നാളെ ഇതേ സമയം. ഇനി എൻകൗണ്ടറുമായി TM ഹർഷൻ ചേരും. നമസ്കാരം. Watching 24 from News Headquarters, Kochi.